ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ എൻക്ലെക്സ് സാറിന്റെ വീഡിയോയിൽ ഞാനിവിടെ ഒരു ഡെലിഗേഷൻ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. സാറ്റ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാറ്റ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൗ ഡെലിഗേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The nurse is caring for 5 clients on a telemetry unit. Which of the following client needs can the nurse delegate to an unlicensed assistive personnel? UAPക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ ടാസ്ക് ഇതിൽ ഏതാണ്? സെലക്ട് ഓൾ ദറ്റ് അപ്ലൈ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. ഒന്ന്, ഡിറ്റർമൈനിങ് ദ പെയിൻ ലെവൽ ഫോർ എ ക്ലയന്റ് ദറ്റ് ജസ്റ്റ് റിസീവ്ഡ് IV മോർഫിൻ. ഓക്കെ, നൗ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രൊസീജിയറിന് പോയിട്ട് ജസ്റ്റ് റിസീവ് ആയ പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു OPDയിലോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ ഇപ്പൊ തന്നെ പെട്ടെന്ന് വന്ന അല്ലെങ്കിൽ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ജസ്റ്റ് റിസീവ്ഡ്, ഓക്കെ, ജസ്റ്റ് കെയിം ടു ദ യൂണിറ്റ്, അങ്ങനെയൊക്കെ പറയില്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് റിക്കവറി റൂമിൽ നിന്ന് ഇപ്പൊ വാർഡിലോട്ട് വന്നതേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അത് ആർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല? UAPക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നേഴ്സാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഡിറ്റർമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഫൈൻഡിങ് ഔട്ട് സംതിങ്. സോ അസസ്മെന്റ്, ടീച്ചിങ്, അതുപോലെ തന്നെ ഇവാലുവേഷൻ, ഓക്കെ, പ്ലാനിങ്, ഇതൊന്നും ആര് ചെയ്യില്ല? UAP ചെയ്യില്ല. അല്ലെങ്കിൽ UAPക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഓക്കെ, സോ ജസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി, അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത്, അസസിങ് എ ക്ലയൻസ് എബിലിറ്റി ടു സ്വാളോ ഫുഡ് പ്രയർ ടു ഫീഡിങ് ദം ലഞ്ച്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, അസസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലെ. അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് അസസ്മെന്റ് ചെയ്യാൻ പാടില്ല. സോ നമുക്കതും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അസിസ്റ്റിംഗ് എ ക്ലയന്റ് അഡ്മിറ്റഡ് വിത്ത് പാൻക്രിയാറ്റൈറ്റിസ് ടു ആംബുലേറ്റ് ടു ദ റെസ്റ്റ് റൂം. ഓക്കെ, ഇവിടെ ജസ്റ്റ് റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റേബിൾ അല്ല എന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷനും ഇല്ല. അസിസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതും വാഷ്റൂമിലോട്ട് പോകാൻ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അൺലൈസൻസ്ഡ് പേഴ്സണലിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം കേട്ടോ. സോ പാൻക്രിയാറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ എന്നേ പറയുന്നുള്ളൂ, സ്റ്റേബിൾ അല്ലെന്നോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ചൂസ് ചെയ്യുക കേട്ടോ. അടുത്തത്, അസിസ്റ്റിംഗ് എ ക്ലയന്റ് അഡ്മിറ്റഡ് വിത്ത് എ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ടു പെർഫോം ഓറൽ ഹൈജീൻ. ഓക്കെ, നൗ അഗെയിൻ അസിസ്റ്റിംഗ് ആണ്, അത് ചെയ്യാൻ പറ്റുന്നതാണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയുന്ന ഒരു ഹിന്റും ക്വസ്റ്റ്യൻ ഇല്ല. നമ്മുടെ ഈ ഓപ്ഷനിൽ കാണുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി. അല്ലാതെ നമ്മൾ അയ്യോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്, കാർഡിയൻ ഡിസീസ് ആണ്, അങ്ങനെ ഒരുപാട് ആലോചിച്ച് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക. ഓറൽ ഹൈജീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന്. UAPക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് അതും എന്ത് ചെയ്യാം? ഡെലിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പെർഫോമിംഗ് പെരി കെയർ ഓൺ എ ക്ലയന്റ് വിത്ത് എൻ ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ ഇൻ പ്ലേസ്. ഓഫ് കോഴ്സ് പെരി കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അതും റുട്ടീൻ ടാസ്ക് ആണ്. റുട്ടീൻ ടാസ്ക് ഒക്കെ അസിസ്റ്റീവ് പേഴ്സണലിന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത്, റെക്കോർഡിംഗ് ദ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ ക്ലയന്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. സോ ഹിസ്റ്ററി ഓഫ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, UAPക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പെർഫോമിംഗ് വൈറ്റൽ സൈൻസ് ഓൺ എ ക്ലയന്റ് ദാറ്റ് ജസ്റ്റ് റിട്ടേൺ ഫ്രം CCU. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് റിട്ടേൺ ഫ്രം CCU പറ്റുമോ? ഇല്ല, UAPക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് മനസ്സിലായല്ലോ. ജസ്റ്റ് റിസീവ്ഡ്, ജസ്റ്റ് റിട്ടേൺഡ് ഒക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് UAPക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ആണ്. അത് നിങ്ങൾ എപ്പോഴും എലിമിനേറ്റ് ചെയ്ത് കളയുക. അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ടീച്ച് ചെയ്യാൻ UAPക്ക് പറ്റില്ല, അസസ്മെന്റ് ചെയ്യാൻ പറ്റില്ല, പ്ലാനിങ്, അതുപോലെ തന്നെ ഇവാലുവേഷൻ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. റുട്ടീൻ ടാസ്ക്, പിന്നെ പേഷ്യന്റ് സ്റ്റേബിൾ ആകുന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാസ്കുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്. ഈ 2-3 പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UAP ഡെലിഗേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.